രവി, നമുക്കും ദുബായി പോണം, 10 കാശുണ്ടാക്കണം, എന്നിട്ട് കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരുള്ള വീട്ടിൽ ഫൗൾ ചെയ്ത് കയറണം. യവനെ പോലെ. അഥവാ പെണ്ണിന് ഗർഭമുണ്ടായി പോയാൽ അത് സൃഷ്ടിക്കാൻ കൊണ്ടുപോകുകയും ചെയ്യാം. അപ്പോ ആ ബാലൻ മാസ്റ്റർ ഊമപ്പെണ്ണിന് ദുബായിക്കാരൻ ഉണ്ടാക്കിയ ഗർഭം അലസിപ്പിക്കാൻ വീടും പൂട്ടി പോയിരിക്കുകയാണെന്നാണോ നീ പറയുന്നത്? നീ വിഷമിക്കണ്ടടാ, നമുക്കും ദുബായി പോവാൻ നമുക്കും കിട്ടും. നാണമില്ല പട്ടികളെ, എല്ലാവരും ചേർന്ന് ഒരുത്തർ തല്ലാൻ. സന്ധിക്ക് പറഞ്ഞ പറയണ ഒറ്റക്കൊറ്റയ്ക്ക് വേണം. ഒരെണ്ണടുത്ത് പോരുത്. ഈ നാട്ടിൽ തന്തയ്ക്ക് പറഞ്ഞവരുണ്ടെന്ന് ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. ഞാൻ തല്ലുകൂടാൻ വന്നവനല്ല. പക്ഷെ നാണം കെട്ട് മടങ്ങിപ്പോകണമെന്ന് ആഗ്രഹവുമില്ല. ആർക്കെങ്കിലും തല്ലണമെങ്കിൽ ഇനിയും തല്ലാം. സത്യമാണോ കൊച്ചെന്ന് അദ്ദേഹം പറയണത്? അതെ, എല്ലാം ചെയ്യിച്ചത് ഞാനായിരുന്നു. തിരുമേനിയെ കൊണ്ട് പാടില്ലാത്ത പറയിച്ചതും ഞാൻ തന്നെയാണ്. അപ്പോ ബാലൻ മാസ്റ്റർ നല്ലവനായിരുന്നു. അത് കാണാനും മനസ്സിലാക്കാനും നമുക്ക് കഴിഞ്ഞില്ല. കഴിഞ്ഞപ്പോഴേക്കും വൈകിപ്പോയി. ഇനി ആ വലിയ അമ്പി അദ്ദേഹത്തിന്റെ മുഷക്കുഞ്ഞിന്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ഈ പാവങ്ങളൊക്കെ ഞാൻ എങ്ങനെ കഴുകി കളയും ഭഗവാനെ? ആരാവിടെ? എന്താ അവിടെ? എന്താ കുട്ടികളെ? ക്ലാസ്. ഞാൻ 3:30-ക്കും 3:45 ഇടയ്ക്ക് വരുവേ. എന്താ നോക്കി നിൽക്കുന്ന? ഗോ ടു യുവർ ക്ലാസസ്. ഓക്കെ ഓക്കെ ഓക്കെ. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു അങ്ങനെ പറ. എന്നാ കെട്ടിപ്പിടിച്ചു പറ ഐ ലവ് യു. ഇതെന്താ ഐ ലവ് യു? എനിക്ക് പ്രശ്നമൊന്നുമല്ല, ഞാൻ പോയി പറഞ്ഞേക്കാം. കെട്ടിപ്പിടിച്ച് ഐ ലവ് യു എന്ന്. കെട്ടിപ്പിടിച്ച് ഇതൊരാനയല്ല. അല്ല. ഇത് തേങ്ങയല്ല. അല്ല. ഇത് ഒലക്കയുമല്ല. അല്ല.